അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പം ചുട്ടേ കാക്ക ഒത്തി കടയിലിട്ടെ. അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പ ചുട്ടെങ്കിൽ നമ്മുടെ അമ്മ ഇന്ന് ഉണ്ണിയപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അനിയൻ്റെ ഭാര്യ ഗൾഫിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് അമ്മ ആദ്യമേ തന്നെ 1 കിലോ പച്ചരി എടുത്തിട്ട് നല്ലോണം കഴുകി ഒരു 2 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചതായിരുന്നു. അതെടുത്തിട്ട് ഇതുപോലെ കോട്ടൺ തുണിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫാനിൻ്റെ അടിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ആ പച്ചരിയുടെ വെള്ളമൊക്കെ വലിയാനായിട്ടാണ്. എന്നിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറിയ തരിയോടുകൂടിയാണ് കേട്ടോ അങ്ങ് പൊടിച്ചെടുക്കുന്നത്. പിന്നെ അരിപ്പൊടി വെച്ചിട്ടും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാറുണ്ട്. ഇതിപ്പം അമ്മ പണ്ടേ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ പൊടി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 കിലോ മൈദ എടുത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ. അതൊന്നും കട്ടകളൊന്നും ഇല്ലാതെ വേണം ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഒരു 10-30 ഏലക്കായ എടുത്തിട്ട് അതിലോട്ട് പഞ്ചസാര ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് പൊടിച്ചെടുക്കണം. പിന്നെ 1/2 കിലോ നമ്മുടെ മൈസൂർ പഴമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അരി പൊടിച്ചേക്കുന്ന അതേ ജാറിലോട്ട് തന്നെ മൈസൂർ പഴം കൂടെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തോളൂ കേട്ടോ. പിന്നെ പഴത്തിലോട്ട് വെള്ളമൊന്നും ചേർക്കാൻ നിൽക്കണ്ട. ഇതങ്ങനെ തന്നെ ഇതുപോലെ അങ്ങ് അരച്ചെടുക്കണം. ഇനിയൊരു 2 സ്പൂൺ ചെറിയ ജീരകവും 3 സ്പൂൺ നമ്മുടെ എള്ളു കൂടെ ഇട്ടിട്ട് ഇതുപോലെ വറുത്തങ്ങ് മാറ്റി വെക്കണം. അതേ ചീനച്ചട്ടിയിലോട്ട് തന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. നമ്മുടെ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാനാണ്. പിന്നെ ചിലർക്കൊന്നും ഈ തേങ്ങാക്കൊത്ത് ഉണ്ണിയപ്പത്ത് കടിക്കുമ്പോൾ അത്രക്കങ്ങ് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ ഇതുപോലെ വറുത്ത് ചേർക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ശർക്കരപ്പാനിയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ 1.5 കിലോ ശർക്കരയിലോട്ട് ഒരു 3 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ശർക്കരയും ഒന്ന് ഉരുക്കിയെടുക്കണം. ശർക്കരപ്പാനി റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നേരെ തന്നെ നമുക്കിത് എടുത്തിട്ട് അരിപ്പൊടിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരാളെ ഇളക്കാൻ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കിട്ടുമേ. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന ബാക്കി സാധനങ്ങളൂടെ ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന ജീരകവും എള്ളും കൂടിയാണ് അങ്ങ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പഴവും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഏലക്കാപ്പൊടി കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തോളൂ. ഇനി ഇതിലോട്ട് ഒരല്പം ഉപ്പും പിന്നെ കുറച്ച് നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ചേർക്കാൻ നിൽക്കണ്ട. ഉപ്പിട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തോളൂ. എന്നിട്ട് അതും കൂടെ ഇതുപോലെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണല്ലോ ഇരിക്കുന്നത്. അതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ അങ്ങ് ഒഴിക്കുന്നുണ്ട്. വെള്ളം ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമ്മൾ മാവിരിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇതവിടെ കിടക്കട്ടെ. ശേഷം നമ്മുടെ അപ്പച്ചട്ടി എടുത്തിട്ട് അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ കുറച്ചായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ നമുക്കിതുപോലെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ തന്നെ ഇതുപോലെ അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ 1 കിലോ അരി വെച്ചിട്ട് നമുക്കിതുപോലെ പാത്രം നിറയെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനാവും കേട്ടോ. അപ്പോൾ നോക്കിയേ ഇതിൻ്റെയൊക്കെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ എണ്ണയിൽ നിന്ന് ഇത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതും ഈ ഒരു രീതി തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പിന്നെ ഉണ്ണിയപ്പൊക്കെ പല രീതിയിൽ ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ട്. അരിപ്പൊടി വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ മൈസൂർ പഴം അല്ലാതെ പല പഴം വെച്ചിട്ടും ചെയ്തെടുക്കാറുണ്ട്. പിന്നെ ഗോതമ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അമ്മ ഉണ്ടാക്കുന്ന ഒരു ഉണ്ണിയപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണാവ്യൂ എന്നുള്ള പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ ഇതുപോലെ നമ്മളാക്കി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പം നോക്കിയാൽ ഞാനിത് ഒന്ന് പൊട്ടിച്ചുകൂടി നിങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകംവശം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ.